ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി സൈലൻ്റായി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഈ ഒരു വിഷയം എടുത്തു എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതേസമയം നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മേഖല കൂടിയാണ്. ദേശീയോദ്യാനങ്ങൾ മാത്രമല്ല, വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളും കടുവ സങ്കേതങ്ങളും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി സൈലൻ്റായി ഈ ഒരു കോഡ് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ദേശീയോദ്യാനങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിക്കാം. ഇവിടെ ആന എന്ന് പറയുന്നത് ആനമുടി ചോലയും, പാമ്പ് പാമ്പാടും ചോലയും, പെരിയാറും തന്നെയാണ്. ഇര എന്ന് പറയുന്നത് ഇരവികുളത്തെയും, മതി എന്ന് പറയുന്നത് മതികെട്ടാൻ ചോലയെയും, സൈലൻ്റായി എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയെയും സൂചിപ്പിക്കുന്നു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമ്മളോട് PSC ചോദിച്ചാൽ PSC പ്രതീക്ഷിക്കുന്ന ഉത്തരം നിലവിൽ 6 എന്നല്ല 5 എന്നാണ്. കാരണം PSCയുടെ ഉത്തര സൂചിക അനുസരിച്ച് കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 ആണ്. എല്ലാവരും PSC തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വോയിസ് പറയുന്നത് 2020 ജനുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ PSC ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6 എന്ന് തിരുത്താൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഇൻഫർമേഷൻ പ്രകാരം കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSC കണക്കാക്കിയിരിക്കുന്നത് 5 എന്നാണ്. PSC ദേശീയോദ്യാനമായി കണക്കാക്കാത്ത ദേശീയോദ്യാനം 1982 നിലവിൽ വന്ന പെരിയാറാണ്. അതും പ്രത്യേകം ഓർമ്മിക്കുക. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനമാണ് 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ഇരവികുളം. വളരെ രസകരമായ ഒരു കാര്യം, കേരളത്തിൽ സൈലൻ്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇരവികുളം പാർക്കിനെ 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. പിന്നീട് 1978 ദേശീയോദ്യാനമായും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരവികുളം ദേശീയോദ്യാനത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൃഗമാണ് വരയാട്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഇത്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം ഒരിക്കൽ PSC ചോദിച്ചതാണ്, ഓർമ്മിക്കുക. നീൽഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം. അടുത്തതായി നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് നോക്കാം. അത് സൈലൻ്റ് വാലിയാണ്. PSCയുടെ സൂചിക പ്രകാരമാണ് ഇത് എന്ന് ഓർക്കുക. എന്നാൽ ശരിയുത്തരം പെരിയാറാണ്. പെരിയാറിനെ ദേശീയോദ്യാനമായി PSC കണക്കാക്കാത്ത സ്ഥിതിക്ക് നമുക്ക് സൈലൻ്റ് വാലി എന്ന് തന്നെ പരിഗണിക്കലേ നിർവാഹമുള്ളൂ. ഓർമ്മിക്കുക, ഈ വീഡിയോ ചെയ്തത് 2020 ജനുവരിയിലാണ്. ഭാവിയിൽ PSC ഉത്തര സൂചിക മാറിയേക്കാം. ഇടുക്കിക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം കൂടിയാണ് സൈലൻ്റ് വാലി. വിസ്തീർണം 237.52 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ നിത്യഹരിതവനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെയൊക്കെ സൈലൻ്റ് വാലി അറിയപ്പെടുന്നു. 1984 ഇന്ദിരാഗാന്ധി സൈലൻ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 1985 സെപ്റ്റംബർ 7 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. 2007 സൈലൻ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2009 സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മൾ അവഗണിച്ച് കളയുന്ന കാര്യങ്ങളാണ് PSC പലപ്പോഴും ചോദിക്കുക. സൈലൻ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. സൈലൻ്റ് വാലി എന്ന പേരിന് കാരണം അവിടെ ചീവീടുകൾ ഇല്ലാത്തതാണ് എന്നുകൂടി ഓർമ്മിക്കുക. ഇതിന് സൈലൻ്റ് വാലിക്ക് പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഓർക്കുക, മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. വെടിപ്ലാവ് എന്ന് പറഞ്ഞാൽ ഇലവൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന 40 മീറ്ററോളം ഉയരം വരുന്ന ഒരു വൻമരമാണ്. കാരയേനി, വേടപ്ലാവ്, കുരങ്ങുപ്ലാവ്, മുള്ളൻ വാലി എന്നെല്ലാം ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ പ്രാധാന്യം കാട്ടിൽ പഴങ്ങൾക്ക് ക്ഷാമമുള്ള മാർച്ച് മാസങ്ങളിലാണ് പൂക്കാലം ആരംഭിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലിനിയ എക്സാറിലാറ്റ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം കൂടിയാണിത്. സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങളാണ് ഇരുളർ, മുകുടർ, കുറുമ്പൻ എന്നീ ഗോത്രവർഗ്ഗങ്ങൾ. കേരളത്തിൽ വേറെയും ഗോത്രവർഗ്ഗങ്ങൾ ഉള്ളതിനാൽ കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി ഓർമ്മിക്കുക, ഇരുളർ, മുകുടൻ, കുറുമ്പൻ. ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനത്തിലേക്ക് വരാം. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം.
1.32 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന് വിസ്തീർണം. ദേശീയോദ്യാനമായി മാറിയ വർഷങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 പ്രഖ്യാപിതമായ ഇരവികുളമാണ്. രണ്ടാമത്തേത് പെരിയാറാണ്. പെരിയാറിനെ നമ്മൾ ദേശീയോദ്യാനങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കിയില്ലെങ്കിലും അത് നിലവിൽ വന്ന വർഷം ഒന്ന് ജസ്റ്റ് ഓർക്കുന്നത് നല്ലതായിരിക്കും. 1982 അത് നിലവിൽ വന്നത്. അടുത്തത് 1984 നിലവിൽ വന്ന സൈലൻറ്റ് വാലിയാണ്. 1978, 1982, 1984 ഇതുപോലെ പഠിച്ചിരിക്കുക. തുടർന്നുള്ള 3 ദേശീയോദ്യാനങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇവ 3ഉം പ്രഖ്യാപിക്കപ്പെട്ടത് ഒരേ വർഷമാണ്, 2003. ആനമുടിച്ചോല, പാമ്പാടുംചോല, മതികെട്ടാൻചോല എന്നീ 3 ദേശീയോദ്യാനങ്ങൾ നിലവിൽ വന്നത് 2003. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോലയിൽ അവസാനിക്കുന്ന 3 ദേശീയോദ്യാനങ്ങളും 2003 നിലവിൽ വന്നത്. അവസാനമായി ഒരു കാര്യം കൂടി, കേരളത്തിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണ് കരിമ്പുഴ എന്നത്. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പരിഗണിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തന്നെയുമല്ല PSCയുടെ ഉത്തരസൂചിക വരാനും ഒരുപക്ഷേ കാലതാമസം വന്നേക്കാം. 2020 ജനുവരിയിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം.